ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വീണ്ടും എന്താണ്, അവനത് പാകം ചെയ്യാൻ തുടങ്ങി. അബ്രാഹാം വെണ്ണയും പാലും പാകം ചെയ്ത മൂരിയിറച്ചിയും അവരുടെ മുമ്പിൽ വിളമ്പി. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ മരത്തണലിൽ അവരെ പരിചരിച്ചുകൊണ്ട് നിന്നു. പ്രൈസ് ദി ലോർഡ്. അവർ ഇരുന്ന് ഭക്ഷിക്കുമ്പോൾ അബ്രാഹാം മരത്തണലിൽ പരിചരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത്രയേറെ സമയം ശുശ്രൂഷയിൽ അധ്വാനത്തിലായിരുന്നു, ഭക്ഷണം പാകം ചെയ്യാൻ, അതുപോലെ തന്നെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇത്രയേറെ സമയമെടുത്താലും അബ്രാഹത്തിന് മടുപ്പ് തോന്നുന്നില്ല. അവൻ നിന്നുകൊണ്ട് പരിചരിച്ചു. അവർ ഇരുന്ന് ഭക്ഷിക്കുമ്പോൾ അവൻ നിന്നുകൊണ്ട് പരിചരിക്കുക. ദൈവത്തോടുള്ള ബഹുമാനത്തിൽ ഒരിക്കലും കുറവ് വരുന്നില്ല. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കുറച്ച് നാളുകൾ പ്രാർത്ഥിക്കാൻ പോയി, പിന്നെ കൂട്ടായ്മയിൽ വരുമ്പോൾ പിന്നെ അവിടെ വർത്തമാനം തുടങ്ങും. ദിവികാരൻ്റെ സന്നിധിയിൽ വരുമ്പോൾ പിന്നെ ആദ്യത്തെ ചൈതന്യമൊക്കെ കുറഞ്ഞു പോയിട്ട് ഇനി ഒരു അഴകുഴ പരുവത്തിലൊക്കെ കാര്യങ്ങൾ നടത്തുവാൻ വേണ്ടി തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ആദിമ ചൈതന്യം കൈവിടാതെ തീഷ്ണതയോടെ അബ്രാഹാം വീണ്ടും തുടരുകയാണ് അവൻ്റെ ശുശ്രൂഷ. അവൻ നിന്നുകൊണ്ട് ദൈവത്തെ പരിചരിക്കുക. സന്ദർശകരായിട്ട് വന്നവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അവരെ ഇരുത്തി ബഹുമാനിക്കുമ്പോഴും ആദരിക്കുമ്പോഴും അവൻ നിന്നുകൊണ്ട് ദൈവത്തെ പരിചരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഇങ്ങനെ ദൈവസന്നിധിയിൽ ദൈവ ശുശ്രൂഷയിൽ നിരന്തരം വ്യാപരിച്ച അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുകയാണ്. അതിനെക്കുറിച്ചാണ് വചനം നമ്മൾ കാണുന്നത്. അവർ അവനോട് ചോദിച്ചു, നിന്റെ ഭാര്യ സാറായി എവിടെ? കൂടാരത്തിലുണ്ട്. അവൻ മറുപടി പറഞ്ഞു, കർത്താവ് പറഞ്ഞു, വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 2-3 തിരുവചനങ്ങൾ നമ്മൾ കാണുന്നു. അബ്രാഹാമിനെ വിളിച്ചപ്പോൾ തന്നെ ദൈവമായ കർത്താവ് അബ്രാഹാമിനൊരു വാഗ്ദാനം കൊടുത്തു. ഞാൻ നിന്നെ വളർത്തും, വലിയൊരു ജനതയുടെ പിതാവാക്കുമെന്ന് നൽകിയ ദൈവം കൊടുത്ത വാഗ്ദാനം ഇത്രയേറെ വർഷങ്ങളായിട്ട് പൂർത്തിയായിട്ടില്ല. പക്ഷേ എങ്കിലും ദൈവം ഒരിക്കലും ദൈവ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കാത്ത അബ്രാഹത്തിന് കാലത്തിന്റെ സമ്പൂർണതയിൽ ആ വാഗ്ദാനം അബ്രാഹത്തിൽ ഉറപ്പിക്കുകയാണ്. ദൈവം പറയുന്നത് എന്താണ്? അവർ അവനോട് ചോദിച്ചു, നിന്റെ ഭാര്യ സാറായി എവിടെ? കൂടാരത്തിലുണ്ട്. അവൻ മറുപടി പറഞ്ഞു, കർത്താവ് പറഞ്ഞു, വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. വസന്തം എന്താ? പൂക്കൾ വിരിയുന്ന കാലമാണ് വസന്ത കാലഘട്ടം. അപ്പോൾ നിന്റെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ പുഷ്പിക്കുന്ന കാലഘട്ടം കടന്നു വരുന്നു. നിന്റെ ജീവിതത്തിലുള്ള ദുഃഖം, ഏക ദുഃഖം, നിന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന കേൾക്കുകയാണ്. ദൈവ ശുശ്രൂഷയിൽ നിരന്തരം വ്യാപരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് തന്നെയാണ്. ജീവിതത്തിന് ഏത് സമയത്തും ദൈവം ഇടപെടുമെന്നുള്ളത് മറക്കരുത്. ഇവിടെ പ്രിയപ്പെട്ടവരെ, വിശ്വാസ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ കുറവ് വരുത്തിയേക്കരുത്. പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ കുറവ് വരുത്തരുത്. ദൈവം ഓർമ്മപ്പെടുത്തുന്ന വലിയ സത്യമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ ജീവിതത്തിൻ്റെ വസന്തകാലം തെളിയുകയാണ്. വീണ്ടും അടുത്ത വസന്തത്തിൽ ഞാൻ കടന്നു വരുമ്പോൾ, ഇതാ ഒരു വസന്തം തെളിഞ്ഞു, അടുത്ത വസന്തത്തിൽ വരുമ്പോൾ ദൈവത്തിൽ വസന്തം തെളിയാൻ പോവുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൻ്റെ വ്യത്യസ്ത ദുഃഖങ്ങളിൽ, വ്യത്യസ്ത സങ്കടങ്ങളിലൊക്കെ കഴിയുന്നവർ ഓർത്തുകൊള്ളുക, നിന്റെ ജീവിതത്തിലും ദൈവ ശുശ്രൂഷയിൽ നിരന്തരം വ്യാപരിക്കുമ്പോൾ ജീവിതത്തിൽ വസന്തമാണ് തെളിയുന്നത്. എന്നിൽ മാത്രമല്ല, മറ്റുള്ളവരിലും വസന്തം തെളിയപ്പെടുകയാണ്. ഇവിടെ അബ്രാഹവും സാറായും ഒന്നിച്ചാണ്. സാറായി എവിടെയെന്ന് സാറായെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവരുവാൻ വേണ്ടി പറയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒറ്റയ്ക്കല്ല വസന്തം തെളിയുന്നത്, കുടുംബം ഒന്നിച്ച് വസന്തം തെളിയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുടുംബത്തിൻ്റെ ദുഃഖങ്ങൾ മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പലരും ഈ കൂട്ടായ്മയിലെ ഓർത്തുകൊള്ളുക. നിരന്തരം പ്രാർത്ഥനയിലും നിരന്തരം ദൈവ ശുശ്രൂഷയിലുമായിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും ദൈവം വസന്തം വിരിയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ശക്തമായൊരു കൈയടി.